നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സ്മാർട്ട് മണി കൺസെപ്റ്റിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഇൻഡിക്കേറ്റർ ലെക്സാൽഗോൻ്റെ SMC സ്മാർട്ട് മണി കൺസെപ്റ്റ് ലെക്സാൽഗോ എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. ഈ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഓർഡർ ബ്ലോക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻഡിക്കേറ്റർ തന്നെയാണ് ലെക്സാൽഗോൻ്റെ സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ. അപ്പം അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ സെറ്റിങ്സ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതായിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ ഏതൊരു അസറ്റിലാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു അസറ്റ് എടുക്കുക. അതിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളൊരു ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ക്ലിക്ക് ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ SMC ലെക്സാൽഗോ എന്ന് സെർച്ച് ചെയ്യണം. അപ്പം ഇവിടെ കാണാൻ പറ്റും സ്മാർട്ട് മണി കൺസെപ്റ്റ് SMC ലെക്സാൽഗോ. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ലെക്സാൽഗോൻ്റെ ഒഫീഷ്യൽ തന്നെയാണ്. ഇത് ഫ്രീ ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. അറൗണ്ട് ഒരു 42,413 ആൾക്കാരാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേവറേറ്റ്സിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ വന്ന് കിടക്കും. അപ്പം ഈ ഒരു ഇൻഡിക്കേറ്ററാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള ചാർട്ടിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ അപ്ലൈ ചെയ്യും. അപ്പം നോർമലി നമ്മൾ നേരത്തെ കണ്ടൊരു ചാർട്ടിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തപ്പോൾ തന്നെ കിട്ടി അല്ലേ. നമ്മൾ ഇവന്തോ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് അനാലിസിസ് ഒന്നും ചെയ്തില്ലെങ്കിലും പെട്ടെന്നൊരു വ്യൂ കിട്ടി നമുക്ക്. എവിടെയാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, എന്താണ് കറണ്ട് സ്ട്രക്ചർ, എന്താണ് കറണ്ട് ഓർഡർ ബ്ലോക്സ്, ഇംബാലൻസസ് ഏതൊക്കെയാണെന്ന് പെട്ടെന്നൊരു ഐഡിയ കിട്ടി. അപ്പം ഇതിൽ ഇനിയും എന്തൊക്കെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്താണ് നമുക്കൊരു ക്ലാരിറ്റി കൂടുതൽ കിട്ടുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞിട്ട് മോഡ് ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മാറ്റുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് SMC എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SMC വെച്ച് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അത് വെച്ച് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതായത് നല്ല ഓർഡർ ബ്ലോക്സ്, ഇംബാലൻസ്, കറണ്ട് സ്ട്രക്ചർ, പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയാസ്, ഇതൊക്കെ മാനുവലി കണ്ടുപിടിക്കാനായിട്ട് കൺസെപ്റ്റ് ഇവൻ്റോ അറിയാമെന്നുണ്ടെങ്കിലും ചിലപ്പം ആ ഒരു റിയൽ ചാർട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയേക്കണം എന്നില്ല. പല സമയത്തും നമുക്കൊരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വൺസ് കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സും പ്രീവിയസ് ചേഞ്ച് ഓഫ് ക്യാരക്ടറും ഒക്കെ ഇവിടെ പഴയ ഡേറ്റയിലുള്ള എല്ലാ മാപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഒരു ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്ന ഡേറ്റ മാറ്റി നമ്മൾ പ്രസൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്ട്രക്ചർ മാപ്പിംഗ് ഒക്കെ പോവും. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ മാപ്പിംഗ് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഡിഫറൻസ്. അതായത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇവിടെ ഏത് സ്ട്രക്ചറാണോ ഉള്ളത് അത് മാത്രമേ മാപ്പ് ചെയ്യത്തുള്ളൂ. അപ്പം അത് വേണ്ടവർക്ക് അത് വെക്കാം. ഇപ്പോൾ ചാർട്ട് ഒരുപാട് മെസ്സി ആവുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കൽ മാറ്റിയിട്ട് പ്രസൻ്റ് ആക്കാം. ഇനിയും കളേർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പം സ്റ്റൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ബ്ലൂ, അതായത് ബുള്ളിഷ് ആയിട്ടുള്ളൊരു സോൺ ബ്ലൂ കളറിൽ, ബെയറിഷ് ആയിട്ടുള്ളൊരു സോൺ റെഡ് കളറിൽ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ റെഡ് കളറിൽ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഗ്രീൻ കളറിൽ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കളർ മാറ്റി മോണോക്രോം ആക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും ബ്ലാക്ക് ആയിട്ട് മാറും. അപ്പം അതൊരു അഡീഷണൽ സെറ്റിങ്സ് ആണ്. താല്പര്യമുള്ളവർക്ക് കളേർഡ് വേണമെങ്കിൽ മോണോക്രോം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയും താഴേക്ക് വരുമ്പം ഉള്ള ഒരു മെയിൻ കാര്യമാണ് ഷോ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇൻറ്റേർണൽ സ്ട്രക്ചറും ഉണ്ട്, നമ്മൾ സ്വിങ് സ്ട്രക്ചറും ഉണ്ട്, പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഒരു മെയിൻ സ്ട്രക്ചർ ഫോം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറിനെയാണ് ഇൻറ്റേർണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മൈനർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും നമുക്ക് നല്ലതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടൊരു കുറച്ചുകൂടെ ഹൈ പ്രോബബിൾ എന്ന് പറയുന്നത് എപ്പോഴും സ്വിങ് സോൺസും സ്വിങ് ഏരിയാസൊക്കെയാണ്. അപ്പോൾ മൈനർ സ്ട്രക്ചർ നോക്കാതെ നമ്മൾ സ്വിങ് സ്ട്രക്ചർ മാത്രമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മൈനർ സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല. അതിൽ തന്നെ ഇവിടെ കാണാൻ പറ്റും ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതായത് മെയിൻ സ്വിങ് പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള
ചെറിയ മൈനർ സ്ട്രക്ചറിലുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ആക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് എല്ലാം പോകും. ഇപ്പോൾ മെയിൻ സ്ട്രക്ചർ മാത്രമേ മാപ്പ് ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ഷോ സ്വിങ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം കറൻ്റ്ലി ഉള്ള മെയിൻ സ്ട്രക്ചർ ആയിരിക്കും മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അതിനകത്തെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നതാണ് ബെറ്റർ. ഇനിയും ഷോ സ്ട്രോങ് വീക്ക് ഹൈ അല്ലെങ്കിൽ സ്ട്രോങ് അല്ലെങ്കിൽ വീക്ക് ഹൈ അല്ലെങ്കിൽ ലോ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം കറണ്ട് സ്ട്രക്ചറിൽ ഇവിടെ സ്ട്രോങ് ലോ അല്ലെങ്കിൽ വീക്ക് ഹൈ എന്ന് പറയുന്നൊരു സമയത്ത് ഇവിടെ ഈ ഒരു ലോ എന്ന് പറയുന്നത് കറണ്ട് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലോ ആണ്. അപ്പോൾ ഇതൊരു സ്ട്രോങ് ലോ ആണ്. ഇനിയും ബ്രേക്ക് ആവാൻ പോകുന്ന അല്ലെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ആവാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് മെജോറിറ്റി ടൈമിലും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഈ ഒരു വീക്ക് ഹൈ ആയിരിക്കും ബ്രേക്ക് ആവാൻ പോകുന്നത്. അതാണ് ഈ ഒരു സ്വിങ് സ്ട്രക്ചറിൽ. അത് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് വേണ്ട മെയിൻ കാര്യമാണ് നല്ല ഓർഡർ ബ്ലോക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻ ഉള്ളത് ഇൻറ്റേർണൽ ഓർഡർ ബ്ലോക്സും ഉണ്ട്, സ്വിങ് ഓർഡർ ബ്ലോക്സും ഉണ്ട്. ഇൻറ്റേർണൽ ഓർഡർ ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ ഫോം ആവുന്ന ഓർഡർ ബ്ലോക്സ് ആണ് ഇൻറ്റേർണൽ ഓർഡർ ബ്ലോക്സ്. അത് കമ്പാരിറ്റീവ്ലി ലെസ് പ്രോബബിൾ ആണ്. അതിൽ തന്നെ നിങ്ങൾക്ക് നമ്പേഴ്സ് ഇവിടെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇൻറ്റേർണൽ ഓർഡർ ബ്ലോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര എണ്ണം വേണം എന്നുള്ളത് നമുക്ക് ഓപ്ഷൻ ആക്കാം. അപ്പോൾ ഇൻറ്റേർണൽ ഓർഡർ ബ്ലോക്സ് നോക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ അത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ എൻട്രി പ്ലാനിലുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. സ്വിങ് ഓർഡർ ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സോൺ പോയി അല്ലേ. അപ്പോൾ ഇതൊരു ഇൻറ്റേർണൽ സോൺ ആയിരുന്നു, അതുകൊണ്ടാണ് അത് പോയത്, അത് ഓഫാക്കിയപ്പോൾ പോയത്. അപ്പം സ്വിങ് ഓർഡർ ബ്ലോക്സ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മേജർ പോയിൻറ്റ്സിലായിരിക്കും ഈ ഒരു ഓർഡർ ബ്ലോക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നമ്പർ കാണാൻ പറ്റും. ഇപ്പോൾ 2 വേണമെന്നുണ്ടെങ്കിൽ 2 വെക്കാം, അല്ലെങ്കിൽ ഈ നമ്പർ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള 2 ഓർഡർ ബ്ലോക്സ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. 3 ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വന്നു കണ്ടോ. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള 3 ഓർഡർ ബ്ലോക്സ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതെപ്പോഴും ഒരു ചെറിയ നമ്പർ വെച്ചാൽ മതി. കാരണം ഇപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്കൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത റീസെൻ്റ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എന്തായാലും മാപ്പ് ആയിക്കോളും. അപ്പം ഒരു 2 അല്ലെങ്കിൽ 3 കൂടുതലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സോൺസ് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ചാർട്ട് ഭയങ്കര മെസ്സി ആവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അതിലെ കളറൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാനുവലി ചേഞ്ച് ചെയ്യാം. ഇനിയും ഈക്വൽ ഹൈസ് ആൻഡ് ഈക്വൽ ലോസ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈക്വൽ ഹൈസ്, ഈക്വൽ ലോസ്, അതായത് സിമിലർലി ഈക്വൽ ആയിട്ടുള്ള ഏരിയയിലുള്ള ലിക്വിഡിറ്റി ബിൽഡപ്പാണ് നമുക്ക് ഈക്വൽ ഹൈസ് അല്ലെങ്കിൽ ഈക്വൽ ലോസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഏരിയാസൊക്കെ ഇവിടെ ഈ ഒരു സെക്ഷൻ ഓപ്പൺ ആക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഓൺ ആക്കുവാണെന്നുണ്ടെങ്കിൽ അത് മാപ്പാവും. അത് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ്. ഇനിയുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ വാല്യൂ ഗ്യാപ്സ്. അപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇംബാലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേജർ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ്. മേജർ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. അപ്പോൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഓപ്പൺ ആക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ മാനുവലി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. പക്ഷേ മാനുവലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നോക്കുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അത് ഗ്രീൻ കളറിലായതുകൊണ്ട് തന്നെ അതൊരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്ന് മനസ്സിലായി അല്ലേ. അപ്പം അത് നോക്കുന്നൊരു സമയത്ത് അങ്ങനെ ഉള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒക്കെ മാപ്പ് ആവും. അപ്പോൾ അതിൽ ഈ ഒരു ഓട്ടോ ത്രെഷോൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് ആയിരിക്കും കാണിക്കുന്നത്. ഇതൊരു ഇൻറ്റേർണൽ സ്ട്രക്ചറിനുള്ളിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയതുകൊണ്ട് ഇത് പോയി അല്ലേ. അല്ലാതെ ഉള്ള മെയിൻ സ്ട്രക്ചറിലുള്ള ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പുകളൊക്കെ ഇത് പിന്നീട് മാപ്പ് ചെയ്തോളും. അതിനുശേഷം നമുക്ക് മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ പോയിൻറ്റ്സ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ, വീക്ക്ലി ഹൈ, വീക്ക്ലി ലോ, മന്ത്ലി ഹൈ, മന്ത്ലി ലോ, ഇതൊക്കെ മേജർ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റുകളാണ് അല്ലേ. ഈ പറയുന്ന സ്ഥലത്തൊക്കെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. അപ്പോൾ ഇത് മാനുവലി മാപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഈ ഡെയിലി ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ സെലക്ട് ആവും, അത് മാപ്പ് ചെയ്യും. വീക്ക്ലി ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീക്ക് ഹൈ, പ്രീവിയസ് വീക്ക് ലോ, മന്ത്ലി ആണെങ്കിൽ പ്രീവിയസ് മന്ത് ഹൈ, പ്രീവിയസ് മന്ത് ലോ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. PML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് മന്ത് ലോ, PDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ലോ, PWH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് വീക്ക് ഹൈ, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ പറയുന്ന ഏരിയാസ് മാർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു റിവേഴ്സൽ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നീടുള്ളത് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സോൺസ്. അപ്പോൾ ഇത് ഓൺ ആക്കുവാണെങ്കിൽ ഇപ്പോൾ ഫിബ് വെച്ചിട്ട് നമ്മൾ മേജർ സ്വിംഗ് പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ആണ്
പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ആ സോൺസ് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ കറണ്ട് സ്ട്രക്ചറിൽ ഒരു സ്വിംഗ് ലോ ഇതാണ്, സ്വിംഗ് ഹൈ ഇതാണ്. ആ ഒരു സ്വിംഗ് സ്ട്രക്ചറിനുള്ളിലുള്ള ഡിസ്കൗണ്ട് സോൺ എന്ന് പറയുന്നത് ഇതാണ്, പ്രീമിയം സോൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമ്മളെപ്പോഴും സെല്ല് ചെയ്യുമ്പം ഒരു പ്രീമിയം സോണിൽ സെല്ല് ചെയ്യുന്നതാണ് ഒരു ഹൈ പ്രോബബിൾ എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ബൈ ചെയ്യുമ്പം ഒരു ഡിസ്കൗണ്ട് സോണിൽ ബൈ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ഹൈ പ്രോബബിൾ എൻട്രി. അപ്പം ഇങ്ങനെ നമ്മൾ എടുക്കുന്ന എൻട്രി ക്രൈറ്റീരിയ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് പ്രീമിയം സോണിലാണോ ഡിസ്കൗണ്ട് സോണിലാണോ എന്നൊരു കൺഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഈ ഒരു ഇൻഡിക്കേറ്ററിൽ വരുന്നത്. ഇത് ആഡ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ SMCയുടെ കൺസെപ്റ്റ് മനസ്സിലായി, ബട്ട് സ്റ്റിൽ ചാർട്ടിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടും ഒരു എഡ്ജ് കിട്ടും, അവർക്ക് കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും വരും. അപ്പം കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും അതിനുള്ള ഒരു എഡ്ജ് ഈ ഒരു ഇൻഡിക്കേറ്ററിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട്. ഓക്കെ.